അങ്ങനെ ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഗലേ ടെസ്റ്റിൽ 5-ാം ദിനം ഇന്ത്യൻ വിജയത്തിന് വെല്ലുവിളിയാകുമെന്ന് കരുതിയ നിരോഷ് ഡിഖോല്ലയുടെ വിക്കറ്റിനുള്ള ക്രെഡിറ്റിനെ നമുക്ക് ഇങ്ങനെ വിഭജിക്കാം. വിക്കറ്റ് എടുത്ത ബോളർക്ക് അതിനുള്ള പെർസെൻറ്റേജ് പ്രസീദ് കൃഷ്ണ 25%, IPL ആണെങ്കിൽ 50% ക്രെഡിറ്റ്, ജയ്സ്വാൾ ആണെങ്കിൽ 25% ക്രെഡിറ്റ് അദ്ദേഹത്തിന് നൽകാം ഈ വിക്കറ്റിൽ. ഇന്ത്യൻ വിജയത്തിന് ചുക്കാൻ പിടിച്ചവർ ഏറെയുണ്ട്. ദേവ്ദത്ത് പടിക്കലുണ്ട്, മാനവ് സുധറുണ്ട്, രവീന്ദ്ര ജഡേജയുണ്ട്, ഋഷഭ് പന്തുണ്ട്. പക്ഷേ 5-ാം ദിവസത്തെ ശ്രീലങ്കയുടെ 2-ാം ഇന്നിംഗ്സിൽ ഈ വിക്കറ്റിനുള്ള ഡിഖോല്ലയുടെ വിക്കറ്റിൻ്റെ ക്രെഡിറ്റ് ജയ്സ്വാളിന് മാത്രം സ്വന്തമാണ്. 5-ാം ദിനം ഈ ടെസ്റ്റിലെ ഏറ്റവും രസകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ജയ്സ്വാളിൻ്റെ സ്ലെഡ്ജിങ്ങും അതിനുശേഷമുള്ള ഡിഖോല്ലയുടെ പുറത്താകലും. പലപ്പോഴും നമുക്കറിയാം സ്ലെഡ്ജിങ്ങുകൾ, അതും ബൗണ്ടറിക്കകത്ത് നിൽക്കുന്ന സ്ലെഡ്ജിങ്ങുകൾ ഗ്രൗണ്ടിലെ നിമിഷങ്ങളെ എൻ്റർടൈനറാക്കാറുണ്ട്. ചിലത് വാക്കേറ്റത്തിലേക്ക് നീങ്ങാറുണ്ട്, ചിലതാവട്ടെ ഗ്രൗണ്ടിൽ വിക്കറ്റ് വീഴ്ചയിലേക്ക് നയിക്കാറുണ്ട്, ചിലതാവട്ടെ സ്ലെഡ്ജിങ്ങിന് ശേഷം അവരുടെ മാക്സിമം മുതലെടുത്ത് അതിന് മറുപടി നൽകുന്നവരുമുണ്ട്. കളിയുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും സ്ലെഡ്ജിങ് എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ആ ടെസ്റ്റ് മത്സരം കഴിഞ്ഞാലും തങ്ങി നിൽക്കാറുണ്ട്. കളിക്കളത്തിൽ എതിരാളികളുടെ ഏകാഗ്രത ഇല്ലാതാക്കുന്ന സ്ലെഡ്ജിങ്ങും പ്രധാന ആയുധങ്ങളിലൊന്നാണ്. അലൻ ബോർഡറുടെയും ഡേവിഡ് ബൂണിൻ്റെയും അതുപോലെ മെർവ് ഹ്യൂംസിൻ്റെയും ഹർഭജൻ സിംഗിൻ്റെയും റിക്കി പോണ്ടിങ്ങിൻ്റെയും ഗ്ലെൻ മെഗ്രാത്തിൻ്റെയും ഒക്കെ സ്ലെഡ്ജിങ്ങുകൾ പല കാലത്തായി നമ്മൾ കണ്ടിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. ഡെന്നിസ് ലില്ലിയും മെർവ് ഹ്യൂസും ബൂണുമൊക്കെ പഴയ കാലത്തെ നല്ല സ്ലെഡ്ജർമാരായിരുന്നു. ചില സ്ലെഡ്ജിങ്ങുകളാവട്ടെ ആ സമയത്ത് തന്നെ കുപ്രസിദ്ധമായ സ്ലെഡ്ജിങ്ങുകളും ഫൈറ്റുമൊക്കെ ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. മെഗ്രാത്ത്, നമുക്കറിയാം മെഗ്രാത്ത് വേഴ്സസ് സർവൻ സ്ലെഡ്ജൊക്കെ ഒരു വലിയ വാർത്തയായത് ആ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഋഷഭ് പന്ത് ടിം പെയിൻ ബേബി സീറ്റർ ഫൈറ്റുകളും അതുപോലുള്ള ചാറ്റുകളും ഗാബയിലേക്ക് വാ ഞാൻ കാണിച്ചു തരാം എന്ന് ടിം പെയിനിൻ്റെ, അന്നത്തെ ഓസീസ് നായകനായ ടിം പെയിനിൻ്റെ രവിചന്ദ്ര അശ്വിനോടുള്ള വെല്ലുവിളിയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കുമാർ സംഗക്കരയുടെ വിക്കറ്റ് കീപ്പിങ്ങിനിടെയുള്ള ഷോൺ പൊള്ളോക്കിനോടുള്ള സ്ലെഡ്ജിങ്ങും ഒരു കാലത്തെ ഏറ്റവും പ്രധാന വാർത്തകളിലൊന്നായിരുന്നു, യൂട്യൂബിൽ ഏറ്റവും വൈറലായ വീഡിയോകളിലൊന്നായിരുന്നു. ഇക്കുറി ആ ഗണത്തിലേക്ക് പെടുത്താവുന്ന സ്ലെഡ്ജിങ്ങിൻ്റെ പുതിയ മാനങ്ങൾ കാഴ്ചവെച്ചതായിരുന്നു യശസ്വി ജയ്സ്വാളും ഇന്ത്യൻ ഓപ്പണറായ യശസ്വി ജയ്സ്വാളും ഡിഖോല്ലയും തമ്മിലുള്ള സ്ലെഡ്ജിങ്. ഗലേ ടെസ്റ്റിൽ ശ്രീലങ്കൻ താരത്തെ പുറത്താക്കിയതിൻ്റെ മാസ്റ്റർ മൈൻഡായത് ജയ്സ്വാൾ ആയിരുന്നു. ഇപ്പോൾ ആ വീഡിയോ വൈറലാകുന്നുണ്ട്. ഡിഖോല്ലെ ഔട്ടായ ആ വീഡിയോ. ശ്രീലങ്കൻ ഇന്നിംഗ്സിലെ 60-ാമത്തെ ഓവറിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. നിരോഷ് ഡിഖോല്ലയെ തൊട്ടടുത്ത് ഫീൽഡ് ചെയ്യുകയായിരുന്ന യശസ്വി ജയ്സ്വാൾ നിരന്തരം ശ്രദ്ധ തെറ്റിക്കാനായി വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ സമയത്ത്. വാസ്തവത്തിൽ സ്റ്റം മൈക്കിൽ കുരുങ്ങിയ അവരുടെ വാക്കുകളായിരുന്നു ഏറ്റവും കൗതുകരമായത്. ഒരു സിക്സ് അടിക്കാൻ പ്രേരിപ്പിക്കാനായി ജയ്സ്വാൾ എടുത്തത് 18-ാമത്തെ അടവാണ്. ആ ഓവറിലെ 5-ാം പന്തിൽ ജയ്സ്വാൾ പറയുന്നു, കമോൺ യാർ, there was a lot of shots in first innings, we need to see something, come on എന്ന് പറയുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഒരുപാട് ഷോട്ടുകൾ ഉണ്ടായിരുന്നു നിങ്ങളുടേതായി, നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണണം, ഒന്ന് വേഗം ഒന്ന് കാണിച്ചതാ എന്ന് പറയുന്നു. ജയ്സ്വാൾ ഡിഖോല്ലയെ പ്രകോപിച്ചുകൊണ്ടേയിരിക്കുന്നു. യെസ് ഐ വാണ്ട് ടു സീ, കം ഓൺ ഷോ മീ എന്ന് പറഞ്ഞുകൊണ്ട്, ഹിറ്റ് ഹിം ദെയർ, കം ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ഡീപ് സ്ക്വയർ ലെഗിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, എനിക്കൊന്ന് കാണണം, അവനൊന്ന് അടിക്ക്, അവന് ഡീപ് സ്ക്വയർ ലെഗിലേക്ക് ബൗണ്ടറി കടത്തു, സിക്സർ അടിക്കൂ എന്ന് ഡിഖോല്ലയെ ബോളർ പന്തെറിയുമ്പോൾ പറയുന്നു. എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിക്കുന്നു. ഡിഖോല്ലെ നോ റിക്വയർമെൻ, ടേക്ക് മീ ടു IPL ദെൻ ഐ വിൽ ഹിറ്റ്, എനിക്ക് നിർബന്ധമില്ല, എന്നെ IPL കൊണ്ടുപോവുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാനൊരു സിക്സർ അടിക്കാമെന്ന് പറയുന്നു. ജയ്സ്വാൾ അത് ആ സമയത്ത് ഉറപ്പ് നൽകുന്നു. വി വിൽ 100% കം ഓൺ, ഹിറ്റ് ഹിം എ സിക്സ്, ഐ വിൽ ടേക്ക് യു ടു ദി IPL. ജയ്സ്വാൾ അദ്ദേഹത്തിന് ആ സമയത്ത് ഡിഖോല്ലയ്ക്ക് ഒരു ഓഫർ നൽകുന്നു. ഞങ്ങളത് ചെയ്യും, ഞങ്ങൾ തീർച്ചയായും 100% നിങ്ങളെ IPL കൊണ്ടുപോകും, അവരൊരു സിക്സർ അടിക്കുകയാണെങ്കിൽ IPL നിങ്ങളെ ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ജയ്സ്വാൾ സിക്സർ അടിക്കാൻ ഡിഖോല്ലയെ പ്രകോപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡിഖോല്ലെ അതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് അടുത്ത പന്ത് എറിയാനായി പ്രസീദ് കൃഷ്ണ ഓടിയെടുക്കുകയാണ്. ജയ്സ്വാളിൻ്റെ പ്രകോപനത്തെ തുടർന്നുള്ള പ്രസീദ് കൃഷ്ണയുടെ ഷോർട്ട് ബോൾ ആ സമയത്ത് വരികയാണ്. ആ പന്തിൽ ഒരു കൂറ്റിനടിക്ക് ശ്രമിച്ച് പന്ത് എഡ്ജ് ചെയ്ത് വിക്കറ്റ് കീപ്പർ പന്തിന് ക്യാച്ച് നൽകി ഡിഖോല്ലെ പുറത്താകുന്നു. ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ നിരോഷൻ ഡിഖോല്ലയ്ക്കെതിരായ ഈ പോരാട്ടത്തിൽ അവസാനം ഇന്ത്യൻ ബാറ്റ്സ്മാൻ യശസ്വി ജയ്സ്വാൾ വിജയിച്ച നിമിഷമായിരുന്നു അത്. അടുത്ത പന്തിൽ സിക്സർ അടിക്കുകയാണെങ്കിൽ IPL എത്താൻ താൻ സഹായിക്കാമെന്നുള്ള വാഗ്ദാനം നൽകി ജയ്സ്വാൾ ഡിഖോല്ലയെ വീഴ്ത്തിയ ആ ഒരു വിധം. രാജസ്ഥാനിലെ കോച്ച് നമുക്കറിയാം കുമാർ സംഗക്കരയാണ്. കുമാർ സംഗക്കരയോട് പറഞ്ഞ് യശസ്വി ജയ്സ്വാൾ തന്നെ IPL എത്തിക്കുമെന്ന് ഒരു വേള ആ സമയത്ത് ശ്രീലങ്കൻ വിക്കറ്റ് കീപ്പറായ ഡിഖോല്ലയും സ്വപ്നം കണ്ടിരിക്കാം. ഏതായാലും ജയ്സ്വാളിൻ്റെ പ്രലോഭനം ഈ സമയത്ത് ഏൽക്കുന്നു. ഡിഖോല്ലെ പുറത്താവുകയും ചെയ്യുന്നു. എല്ലാവരും ആ സമയത്ത് ബോളറേക്കാളൊക്കെ വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചത് ജയ്സ്വാളിനെയായിരുന്നു. ഹർഷ ബോഗ്ലെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, ദ ബാൻഡർ ബിറ്റ്വീൻ ജയ്സ്വാൾ ആൻഡ് ഡിഖോല്ലെ വാസ് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് പ്ലേഡ് ടു എ ക്രിക്കറ്റേഴ്സ് പേഴ്സണാലിറ്റി. Dikhole is feisty and chatty and I wonder if that drew him into the provocation. ജയ്സ്വാളും ഡിഖോല്ലയും തമ്മിലുള്ള വാക്പോര് രസകരമായിരുന്നു. കാരണം അത് ആ ക്രിക്കറ്റ് താരങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. ആ പ്രൊവോക്കേഷനാണ് ആ വിക്കറ്റിന് കാരണം എന്നാണ് പ്രമുഖ കമൻറ്ററായ
ഹർഷ ബോഗ്ലെ പറയുന്നത്. ഇന്ത്യ ഈ ടെസ്റ്റിൽ 165 റൺസിനാണ് വിജയിച്ചത്. ലങ്കയുടെ രണ്ടാം ഇന്നിംഗ്സിലെ പോരാട്ടം 206 റൺസിൽ ഒതുങ്ങുകയായിരുന്നു. മാനവ് സുധറിൻ്റെ 6 വിക്കറ്റുകളാണ് ഈ ഇന്നിംഗ്സിൽ ലങ്കയെ തകർത്തത്. ഇതിനൊപ്പം ഈ വിജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 12 നിർണായക പോയിന്റുകൾ കൂടി സ്വന്തമാക്കുകയുണ്ടായി. എങ്കിലും ഈ ദിവസത്തെ കളിയിലെ ഏറ്റവും രസകരമായ മൊമെന്റുകളിൽ ഒന്നായിരുന്നു ഡിക്വലെ പുറത്താക്കിയ യശസ്വി ജയ്സ്വാളിൻ്റെ ആ സ്ലെഡ്ജിംഗ് മൊമെന്റുകൾ.